ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ഇന്നലെ ഞാനൊരു നാച്ചുറൽ ഷാമ്പു ചെയ്തതിൻ്റെ റിസൾട്ടാണ്. ആ ഷാമ്പു എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് കാണണ്ടേ? അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രമാണ്. ഈ സ്പൂണാണ് നമ്മളുടെ ഷാമ്പുവിൻ്റെ കൂട്ടിൻ്റെ അളവ്. ഈ ഷാമ്പുവിൻ്റെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഉലുവയാണ്. ഉലുവ ഞാൻ ഈ ഒരു സ്പൂണിന് 2 സ്പൂണ് എടുക്കുന്നുണ്ട്. ഉലുവ നമ്മളുടെ തലയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ ഉലുവയുടെ കൂടെ ഞാൻ അടുത്തതായി ചേർക്കുന്നത് ചെറുപയറാണ്. നമ്മുടെ പച്ചപ്പയറില്ലേ, ചെറുപയർ, അതും ഒരു 2 സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മളുടെ പയറും ഉലുവയൊക്കെ നമ്മൾ കഴുകി ഉണക്കി വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി അതിനകത്തെ കല്ലൊക്കെ കളഞ്ഞിട്ട് നമുക്കെടുക്കാമേ. ഇനി നമ്മളിത് കുതിർക്കാനായിട്ട് പോവാം. കുതിർക്കാനായിട്ട് ഞാനിവിടെ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഫ്രഷ് കഞ്ഞിവെള്ളം എടുക്കുക കേട്ടോ. കാരണം നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത് നാളെയാണ്. അപ്പോൾ അതുകൊണ്ട് എടുക്കുന്ന കഞ്ഞിവെള്ളം അത് ഫ്രഷ് ആയിരിക്കണം, കാരണം അന്നത്തെ തന്നെ ആയിരിക്കണം. കഞ്ഞിവെള്ളം ഇവിടെ ഞാൻ ഇതിലേക്ക് 2 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം ഒരുപാട് അധികമൊന്നുമല്ല, കാരണം ഇത് കുതിർന്ന് പൊന്തി വരുമ്പോൾ അതിന് കിടക്കാനുള്ള സ്പേസ് വേണമല്ലോ. അപ്പം അതുകൊണ്ട് 2 ഗ്ലാസ് കഞ്ഞിവെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ പച്ചവെള്ളം ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, നിർബന്ധമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിത് കുതിർക്കാനിടുമ്പം കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പച്ചവെള്ളത്തിൽ കുതിർക്കാനിടുക. എന്നിട്ട് ചിലപ്പം കുതിർക്കാനിട്ടതിന് ശേഷമായിരിക്കും നമ്മളുടെ വീട്ടിൽ കഞ്ഞിയൊക്കെ ഊറ്റുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം ഇച്ചിരി എടുത്ത് വെച്ചാലും മതിയാവും. അങ്ങനെ ഇത് അടച്ച് ഭദ്രമാക്കി മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമുക്കിത് നാളെ എടുക്കാം. നമ്മൾ ഷാമ്പു തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ തലയിൽ കുറച്ച് എണ്ണ തേക്കാം കേട്ടോ. ഞാനിത് എണ്ണ തയ്യാറാക്കിയിട്ട് പിഴിഞ്ഞെടുക്കാൻ നേരത്ത്, എണ്ണ അരിച്ചെടുക്കാൻ നേരത്ത് കിഴി കെട്ടി തുണിയിലാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നിറയെ എണ്ണയുണ്ട്. അപ്പോൾ കൈ പിഴിഞ്ഞിട്ട് ഇതെടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കുമ്പോൾ എണ്ണ ഇങ്ങനെ തണുത്ത് പോവുകയാണെങ്കിൽ ചൂടാക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് ഞാനൊരു കുപ്പിയിലാക്കി വെച്ചിരുന്നതാണ്. അപ്പം എണ്ണ തേക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല. അത്യാവശ്യം നമ്മളുടെ മുടിക്ക് എത്രയാണോ വേണ്ടത് അത്രയും എണ്ണ തേക്കാം. നമ്മളുടെ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും എഫക്റ്റ് വരുന്നില്ല, എന്നാലും അത്യാവശ്യം എണ്ണ തേക്കാം. ഇനി നമുക്ക് ഷാമ്പു തയ്യാറാക്കാം. ഇന്നലെ കുതിർക്കാനിട്ടത് അത്യാവശ്യം കുതിർന്ന് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അത് കറക്റ്റായിരുന്നു, എല്ലാം അതിനകത്ത് മുങ്ങി തന്നെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയാണ് പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോൾ എല്ലാം കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ചെമ്പരത്തി പൂവോ ഇലയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പം ഇവിടെ മഴയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ചെമ്പരത്തിപ്പൂ ഒന്നും എടുക്കാനായിട്ട് പോകുന്നില്ല. പെട്ടെന്ന് ഇത് മാത്രമായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്തായാലും അരയ്ക്കുമ്പോൾ കുറച്ച് കട്ടിയാവും. അപ്പം ഇന്നലെ കുതിർക്കാനിട്ടപ്പം തന്നെ ഞാൻ കുറച്ചുകൂടെ കഞ്ഞിവെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അരച്ച് കഴിയുമ്പോൾ പാക്ക് നന്നായിട്ട് കട്ടിയായിട്ടിരിക്കുവാണെങ്കിൽ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിരുന്നത്. ഈ അരയ്ക്കുമ്പോൾ തന്നെ ഇച്ചിരി കട്ടിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഇതിനകത്ത് പകുതി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഉലുവയല്ലേ, അത് കുറുകി നല്ല കട്ടിയായിട്ട് തന്നെ വരും. അപ്പം ഈ ഒരു അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തോ നമുക്ക് ഒന്ന് ലൂസാക്കിയിട്ട് അരിച്ചെടുക്കുമ്പം തുണിയിൽ അരിച്ചെടുക്കണം. കാരണം ഉലുവയൊക്കെ നമ്മളുടെ മുടിയിൽ പറ്റി പിടിച്ചാൽ പോകാൻ നല്ല പാടാണ്. അതുകൊണ്ട് തുണിയിൽ തന്നെ അരിച്ചെടുക്കുക. തുണിയിൽ അരിച്ചെടുക്കുമ്പോൾ നല്ല പാടാണ്, നല്ല ഞെക്കി പിഴിഞ്ഞെടുക്കേണ്ടി വരും. അതുകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതൊന്നും ഞാനിവിടെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഞാൻ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് ഉള്ള പാക്ക് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഞാൻ ആ 1 ഗ്ലാസ് വെള്ളം മൊത്തം യൂസ് ചെയ്തായിരുന്നു. ഒരു ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്, കാരണം തേക്കാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. ചെമ്പരത്തിപ്പൂവോ ഇലയോ ഒക്കെ ചേർത്താൽ നമുക്ക് ഒരു പച്ച അല്ലെങ്കിൽ ഒരു റെഡ് കളറ് കിട്ടും. ഞാനിപ്പം ചേർക്കാത്തതുകൊണ്ട് എനിക്ക് ഈ ഒരു കളറിലാണ് കിട്ടിയത്. എനിക്ക് കൂടുതലും ചുമന്നിരിക്കുന്ന പാക്കാണ് ഇഷ്ടം. പക്ഷേ ചെമ്പരത്തിപ്പൂ പറിക്കാൻ പോകാനൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെമ്പരത്തിപ്പൂ ഞാൻ ചേർത്തില്ല. അപ്പോൾ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. നല്ലതായിട്ട് പാർട്ടീഷൻ ചെയ്ത്
സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് സ്കാൽപ്പിലെല്ലാം തേച്ച് കഴിഞ്ഞ ശേഷം പായ്ക്ക് അധികം ഉണ്ടെങ്കിൽ നമുക്ക് മുടിയിലും തേച്ചിട്ട് ഒരു 20 to 30 മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക. വെച്ചതിന് ശേഷം നമുക്ക് കഴുകുമ്പോൾ നന്നായിട്ട് പായ്ക്ക് കുതിർന്ന് വെള്ളം ഒഴിച്ച് കുതിർത്ത് കഴിഞ്ഞ ശേഷം വേണം പായ്ക്ക് കഴുകി കളയാനായിട്ട്. ഞാനിവിടെ തലയിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്, സ്കാൽപ്പിൽ മൊത്തം അപ്ലൈ ചെയ്തു, ശേഷം മുടിയിലും അപ്ലൈ ചെയ്തു. പായ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ അഴിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപാട് പിടിച്ച് വലിക്കാതെ ഇച്ചിരി വെള്ളം ഒഴിക്കുമ്പം അതങ്ങ് കുതിർന്ന് വരും. അപ്പോൾ പിന്നെ നമുക്കത് അഴിച്ചെടുക്കാനായിട്ട് ഒട്ടും പ്രയാസം കാണത്തില്ല. അപ്പോൾ കുതിർത്തിട്ട് മാത്രം നമ്മൾ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഷാമ്പു ഇട്ടതിന് ശേഷം. ഇത് ഷാമ്പു ഇട്ട് പിറ്റേ ദിവസം രാവിലെയാണേ. മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. എന്നാൽ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നതിൻ്റെ അത്ര ഒരു എഫക്റ്റ് വന്നിട്ടില്ല. ഒരു ഓയിൽനെസ്സും ഉണ്ട്, കാരണം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. തലയിലും സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഉള്ള അഴുക്ക് നന്നായിട്ട് പോയിട്ടുണ്ടാകും കേട്ടോ. അതൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളുടെ മുടീനെ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കത്തില്ല. അതാണ് ഈ നാച്ചുറൽ ഷാമ്പുവിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ താങ്ക്